ഇന്നലെ ഈ വിമാന അപകടം ഉണ്ടായതിനു പിന്നാലെ തന്നെ നിരവധി സംഘടനകൾ അതോടൊപ്പം തന്നെ നിരവധിയായ ആളുകളൊക്കെ സഹായവുമായി ഇങ്ങോട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്ലഡ് ഡൊണേഷൻ, അങ്ങനെ പല സഹായങ്ങൾ തങ്ങളാൽ കഴിയുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും സഹായം ഈ മേഖലയിൽ നൽകാൻ വേണ്ടിയാണ് അത്തരത്തിൽ ആളുകൾ എത്തിയത്. മലയാളികൾ അടക്കമുള്ള ആളുകളൊക്കെ അതിന്റെ ഭാഗമായി എന്താണ് അതായത് നമുക്കൊപ്പം ഓർത്തഡോക്സ് സഭയുടെ ചില പുരോഹിതന്മാരും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ചില ആളുകളൊക്കെ ഉണ്ട്. ഇന്നലെ എങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞത്? പിന്നെ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രവർത്തനം ഉണ്ടായത്? ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു. ഇന്നലെ രാത്രിയിലാണ് ഇവിടെ തിരിച്ചു വന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നതായ വൈദികരും മറ്റുള്ള എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ആസ്ഥാനം ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ മാറിയാണ്. അന്നേരം തന്നെ നമ്മുടെ ആളുകളെല്ലാം എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഇതിനകത്തോട്ട് കയറാനുള്ളതായ ഒരു അവസരമില്ല, അങ്ങനെ ഒരു സാഹചര്യമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഫിസിക്കലായിട്ടുള്ളതായ ആവശ്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ ബ്ലഡ് കൊടുക്കാനായിട്ട് സന്നദ്ധരായിട്ട് ഒരു യുവജനങ്ങളുടെ ഒരു നിര ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിനു വേണ്ടിയിട്ടുള്ളതായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. റെഡ് ക്രോസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ബ്ലഡ് ഡ്രൈവ് നാളെ തന്നെ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടതായ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതാണിപ്പോൾ നമ്മൾ ഇവിടെ നടത്തുന്നത്. പ്രത്യേകിച്ച് മലയാളികളുടെ വലിയ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട്. എന്നാൽ കേരളത്തിൽ നിന്നുള്ളവർ ഭാഗ്യം എന്ന് നമുക്ക് പറയാമല്ലോ എന്ന് മാത്രമേ പറയാനുള്ളൂ. ആര് മരിച്ചാലും ആരുടെ ജീവൻ പോയാലും ആര് നഷ്ടപ്പെട്ടാലും നമ്മളെല്ലാവരും ഒന്നാണ്. ആ ഒരു ബന്ധത്തിൽ നമ്മളിവിടെ ഏത് സഹായവും ഇവിടെയുള്ളതായ ആളുകൾ ചെയ്യുവാനായിട്ട് തയ്യാറാണ്. ഓർത്തഡോക്സ് സഭയുടെ അഹമ്മദാബാദ് കത്തീഡ്രലിൽ ഏകദേശം 375ഓളം ഫാമിലിയുണ്ട്. അവിടെയുള്ളതായ ആളുകളെല്ലാം ഏത് തരത്തിലുള്ളതായ സഹായത്തിനും തയ്യാറാണ്. അങ്ങനെയാണ് ഇവിടെ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നത്. അധികൃതരായിട്ട് സംസാരിക്കാനുള്ള അവസരം എന്തെങ്കിലും ലഭിച്ചിരുന്നു? ഞാൻ ഇന്ന് ഇവിടുത്തെ എംപിയുമായിട്ടും MLA ആയിട്ടും രാവിലെ സംസാരിച്ചിരുന്നു. അതുപോലെ വേറൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചു. നാളെ ഈ സ്പോട്ട് കാണുവാനും അവിടെ പോയി പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുവാനുമായിട്ടുള്ളതായ ഒരു അവസരം തരാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ബാക്കി അവിടെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്യേണ്ടതുകൊണ്ട് പബ്ലിക്കിനെ മറ്റാരെയും അവിടോട്ട് കയറ്റിവിടുന്നില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. പത്തനംതിട്ട സ്വദേശിക്ക് കൂടി ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. അതിനെങ്ങനെയാണ്? എന്റെ വീടും പത്തനംതിട്ടയാണ്, തുമ്പമണ്ണാണ്. എന്റെ പുല്ലാട് എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ മാത്രം മാറിയാണ്. രഞ്ജിത നമ്മിൽ നിന്ന് വേർപെട്ടു പോയി. അതിൽ നമുക്ക് വളരെയധികം ദുഃഖമുണ്ട്. മകളുടെ ആത്മാവിന് ദൈവം ആത്മശാന്തി നൽകട്ടെ. അതുപോലെ തന്നെ 2 കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് വേണ്ടത്. എല്ലാവരെയും, ഒരാളെ മാത്രമല്ലല്ലോ, നമ്മളെല്ലാവരും നമ്മളുടെ ഇന്ത്യക്കാരായിട്ടുള്ളവരും വിദേശികളായിട്ടുള്ളവരായ 62 പേരോളം ഉണ്ടായിരുന്നല്ലോ. അവരെല്ലാവരെയും നമ്മളുടെ കൺസേൺ ആണ്. അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ശക്തമായി ഇടപെടാൻ തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെ തന്നെ ഒരു ഹെൽപ്പ് ലൈൻ ഒരു 6 പേരുടെ നമ്പർ കൊടുത്തിരുന്നു. ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളുടെ ആർക്കെങ്കിലും കോൺടാക്ട് ചെയ്യാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പരിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ വേണ്ടുന്നതായ ലോക്കലായിട്ടുള്ളതായ സഹായങ്ങൾ ചെയ്യുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. എന്താണെങ്കിലും ഇത്തരത്തിൽ വിവിധങ്ങളായ മതസംഘടനകളിലെ ആളുകൾ, വ്യക്തികളൊക്കെ ഇങ്ങനെ വലിയ സഹായങ്ങളുമായി ഈ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. കാരണം രാജ്യത്തെയും ലോകത്തെയും കേരളത്തെയും ഒക്കെ നടുക്കിയ വലിയൊരു അപകടമാണ് ഉണ്ടായത്. സ്വാഭാവികമായും ആ അപകടത്തിൽ പിന്തുണയും സഹായവും നൽകേണ്ടത് ഒരു ഉത്തരവാദിത്വവും കടമയുമൊക്കെയായാണ് ഇവർ പറയുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ ഈ ആശുപത്രി, സിവിൽ ആശുപത്രി എന്ന് പറയുന്നത് വലിയ തരത്തിൽ ആളുകളുടെ ഒരു എത്തുന്ന പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുന്നു. സഹായവുമായി അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകളെ നഷ്ടപ്പെട്ട ആളുകളെ തേടിയെത്തുന്നവർ അല്ലെങ്കിൽ മറ്റ് പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഇങ്ങോട്ട് എത്തുന്നു. അത്തരത്തിൽ വലിയൊരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായിട്ട് മനുഷ്യ സ്നേഹത്തിന്റെയും അതോടൊപ്പം തന്നെ ത്യാഗത്തിന്റെയൊക്കെ വലിയൊരു സന്ദേശം ഇവിടെ നിന്ന് ലോകത്ത് നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഉർക്കടനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, അഹമ്മദാബാദ്.